അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലെ 43-ാം അധ്യായം സൂറ അസ്-സുഖ്റുഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 15 മുതൽ 20 വരെയുള്ള സൂക്തങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഈ ക്ലാസ്സിലൂടെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ച് മുൻ സൂക്തങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്ന് അല്ലാഹു ചോദിക്കുകയാണ്, വജഅലൂ ലഹു മിൻ ഇബാദിഹി ജുസ്അ ഇന്നൽ ഇൻസാന ലകഫൂറും മുബീൻ. ഇതൊക്കെയും അറിഞ്ഞുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും തന്നെ ഈ ജനം അവൻ്റെ അടിമകളിൽ ചിലരെ അവൻ്റെ ഭാഗമാക്കിയല്ലോ. ജുസ് എന്നാൽ ഭാഗമെന്നാണ്. വജഅലൂ ലഹു മിൻ ഇബാദിഹി ജുസ്അ ഇന്നൽ ഇൻസാന ലകഫൂർ മുബീൻ. നിശ്ചയം മനുഷ്യൻ തെളിഞ്ഞ നന്ദി കെട്ടവൻ തന്നെയാണ്. കഫൂർ, നന്ദികേട് കാണിച്ചവൻ. അള്ളാഹു ചോദിക്കുന്നു, അമിത്തഖദ മിമ്മാ യഖ്ലുഖു ബനാത്തിൻ വ അസ്ഫാക്കും ബിൽ ബനീൻ. അതല്ല, അള്ളാഹു തൻ്റെ സൃഷ്ടികളിൽ പെൺകുട്ടികളെ തനിക്കായി തിരഞ്ഞെടുക്കുകയും ആൺമക്കളെ നിങ്ങൾക്ക് തരികയും ചെയ്തുവെന്നാണോ നിങ്ങൾ പറയുന്നത്? വൈദാ ബുശ്ശിറ അഹ്ദുഹും ബിമാ ലറബിൽ റഹ്മാനി മസല വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കദീം. എന്നാൽ അവരിൽ ആർക്കെങ്കിലും കരുണാവാരിധിയായ അള്ളാഹുവിന് പിറക്കുന്നവരെന്ന് അവർ ജൽപ്പിക്കുന്ന പെൺസന്തതി ജനിച്ചതായി വിവരം കിട്ടിയാലോ? അവൻ മുഖമിരുണ്ട് ദുഃഖിതനായിത്തീരുന്നു. ബുശ്ശിറ അഹദുഹും എന്നത് ആ ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കണം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അള്ളാഹുവിന് പെൺകുട്ടികളെ സങ്കല്പിക്കുന്ന മനുഷ്യൻ അവനൊരു പെൺകുട്ടി പിറന്നാലോ അവൻ അങ്ങേയറ്റം നിരാശനായ പോലെ കാണുന്നു. അവമൻ യുനശൗ ഫിൽ ഹീല വവ ഫിൽ ഖിസാമി ഗൈറു മുബീൻ. 18-ാം സൂക്തത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആഭരണങ്ങൾ അണിയിച്ച് വളർത്തപ്പെടുന്ന തർക്കങ്ങളിൽ തൻ്റെ നിലപാട് തെളിയിക്കാൻ കഴിവില്ലാത്ത സന്തതിയെയാണോ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുന്നത്? ഇവിടെ അള്ളാഹുവിന് മനുഷ്യൻ അവൻ്റെ സന്തതികളായി ചിലരെ കരുതുന്നതിനാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ മറ്റു ചിലർക്ക് അവർ പങ്കാളികളെ കാണുന്നു. ഒരാളെ ദൈവപുത്രൻ എന്ന് അല്ലെങ്കിൽ ദൈവപുത്രി എന്ന് വിളിക്കുന്നതിനർത്ഥം അള്ളാഹുവിൻ്റെ സത്തയിൽ പങ്കാളിയാക്കുന്നു എന്നാണ്. ഇതുകൂടാതെ അള്ളാഹുവിൻ്റേതു മാത്രമായ ഏതെങ്കിലും ഗുണങ്ങളോ അധികാരങ്ങളോ ഏതെങ്കിലും സൃഷ്ടിയിൽ ആരോപിക്കുക എന്നതും സൃഷ്ടിയെ അള്ളാഹുവിൻ്റെ അംശമാക്കുന്നതിൻ്റെ ഒരു രൂപമാണ്. ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അവരുടെ ഈ നിലപാട് എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ബുദ്ധിശൂന്യതയെ അള്ളാഹു കൈകാര്യം ചെയ്യുകയാണ് 16, 17, 18 സൂക്തങ്ങളിൽ. മലക്കുകൾ ദൈവത്തിൻ്റെ പെൺമക്കളാണ് എന്നാണ് അവർ പറയുന്നത്. സ്ത്രീ രൂപത്തിലാണ് മാലാഖമാരുടെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചത്. മാലാഖ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്കും ചിറകുകളുള്ള പാറിപ്പറക്കുന്ന ഒരു സ്ത്രീ രൂപമാണല്ലോ വരുന്നത്. ഇതെല്ലാം കഥകളിലും മറ്റും നമ്മൾ കേട്ടും പറഞ്ഞും പരസ്പരം ചൊല്ലിയുമൊക്കെ ഉണ്ടായൊരു സങ്കല്പമാണ്. അവ തന്നെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദേവിമാർ. ഇതേക്കുറിച്ച് അള്ളാഹു പറയുന്നു, ആകാശഭൂമിയുടെ സൃഷ്ടാവ് അള്ളാഹുവാണ്. ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നവൻ അള്ളാഹുവാണ്. മാനത്ത് നിന്ന് മഴ വർഷിക്കുന്നതും അള്ളാഹു തന്നെയല്ലേ? നിങ്ങളുടെ സേവനത്തിന് വേണ്ടി ധാരാളം ജന്തുക്കളെ അവൻ സൃഷ്ടിച്ചു. അതിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു. എല്ലാം നിങ്ങൾ ആദ്യമേ അംഗീകരിക്കുന്നു. പിന്നീടോ നിങ്ങൾ അള്ളാഹുവിൻ്റെ സത്തയിൽ പങ്കാളികളെ ചേർക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പെൺമക്കളെ അള്ളാഹുവിൻ്റെ മക്കളായി കരുതുന്നു. മലക്കുകളെ നിങ്ങൾ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലോ നിങ്ങളുടെ മുഖം ഇരുണ്ടുപോകുന്നു, ചോരകൾ ചോർന്നു പോലെയാകുന്നു നിങ്ങൾ. ചിലപ്പോൾ ജീവനുള്ള ശിശുവിനെ അങ്ങനെ നിങ്ങൾ മൂടിക്കളയുന്നു. ഈ മക്കളാണോ അള്ളാഹുവിൻ്റെ വിഹിതത്തിൽ വരുന്നത്? നിങ്ങളുടെ വീക്ഷണത്തിൽ ആൺമക്കൾ അഭിമാനമാണ്, അതെന്തേ അള്ളാഹുവിന് നിങ്ങൾ നൽകാത്തത്? ഇങ്ങനെ അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാത്തവരായി അവർ മാറിപ്പോകുന്നു. അഫമൻ യുനശൗ ഫിൽ ഹീല ആഭരണം, വൗ ഫിൽ ഹിസാമി ഗൈറു മുബീൻ. ആഭരണങ്ങളിൽ വളർത്തപ്പെടുക, തർക്കങ്ങളിൽ സ്വന്തം വാദം തെളിയിക്കാൻ കഴിയാത്ത സന്തതികളെയാണോ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിഹിതത്തിൽ ചേർക്കുന്നത് എന്നാണ് 18-ാം സൂക്തത്തിൻ്റെ ചോദ്യം. അഥവാ മൃദുലരും തളരിയത മനസ്സുള്ളവരും അവശരും ദുർബലരുമായ സന്തതികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിഹിതത്തിൽ ചേർക്കുകയും തല ഉയർത്തി രംഗത്തിറങ്ങുന്ന സന്തതികളെ സ്വന്തം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് സാരം. ഇവിടെ ആഭരണങ്ങളുടെ ഉപയോഗത്തെപ്പറ്റിയുള്ളൊരു ചർച്ചയുണ്ട്. സ്ത്രീകൾക്ക് ആഭരണം അനുവദനീയമാണ്. പുരുഷന് പട്ടും സ്വർണവും വിലക്കിയിരിക്കുന്നു. ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിൽ പട്ടും മറ്റേ കയ്യിൽ സ്വർണവും എടുത്ത് പറഞ്ഞു, ഈ രണ്ട് സാധനവും അണിയുക എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. എൻ്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് പട്ടും സ്വർണവും അനുവദനീയമാണ് എന്ന് റസൂൽ പറയുന്നതും ഹദീസുകൾ കാണാൻ കഴിയും. അല്ലാമ അബൂബക്കർ ജസ്സാസ് തൻ്റെ അഹ്കാമുൽ ഖുർആനിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ സെയ്ദ് ബിൻ ഹാരിസയുടെ പുത്രൻ ഉസാമത്ത് ബിൻ സെയ്ദിന് മുറിവേറ്റു. അങ്ങനെ രക്തം പ്രവഹിക്കാൻ തുടങ്ങി. നബി തിരുമേനിക്ക് അദ്ദേഹത്തോട് പുത്രനോട് തുല്യമായ വാത്സല്യമുണ്ടായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ രക്തം വലിച്ചെടുത്തു. അങ്ങനെ തുപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ചിരിക്കുകയുണ്ടായി, ഉസാമ പെൺകുട്ടിയാണെങ്കിൽ നാം അവനെ ആഭരണങ്ങൾ അണിയിക്കുമായിരുന്നു. ഉസാമ പെൺകുട്ടിയാണെങ്കിൽ നാം അവനെ നല്ല നല്ല വസ്ത്രങ്ങൾ അണിയിക്കുമായിരുന്നു. അബൂ മൂസ അശ്ശരി ഉദ്ധരിക്കുന്നുണ്ട്, പട്ടും കനകവും അണിയുക എന്നത് എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധവും സ്ത്രീകൾക്ക് അനുവദനീയവുമാണ്. സ്വർണ്ണവളകൾ അണിഞ്ഞ കുറേ സ്ത്രീകൾ ഒരിക്കൽ തിരുമേനിയുടെ സമീപത്ത് വന്നപ്പോൾ ആയിഷ അംറുബിനു ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, അവരോട് റസൂൽ ചോദിച്ചു, ഇതിന് പകരം അള്ളാഹു നിങ്ങളെ അഗ്നിവളകൾ അണിയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവർ പറഞ്ഞു, ഒരിക്കലുമല്ല. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, എങ്കിൽ അതിൻ്റെ ബാധ്യത വീട്ടുക, അതായത് സക്കാത്ത് കൊടുക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ആഭരണങ്ങൾ അണിയുന്നതിനൊന്നും വിരോധമില്ല, അതിൻ്റെ സക്കാത്ത് കൊടുക്കണമെന്ന് മാത്രം. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിന് എഴുതി, തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വസിക്കുന്ന മുസ്ലിം സ്ത്രീകളോട് അവരുടെ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കേണ്ടതാണ് എന്ന്. അപ്പോൾ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ അണിയുക എന്നത് അനുവദനീയമാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും വസ്ത്രധാരണ രീതി വ്യത്യസ്തമാണ്, അലങ്കാരങ്ങൾ വ്യത്യസ്തമാണ്, പ്രകൃതിപരമായിട്ട് അവരുടെ രൂപവും വ്യത്യസ്തമാണ്. സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പുതിയ കാലത്തെ കോലം അങ്ങേയറ്റം ഭയാനകമാണ്, അസ്വസ്ഥമാണ്. സ്ത്രീ പുരുഷ അതിരുകൾക്ക് സ്ഥാനമില്ലാതായിരിക്കുന്നു, പരിധികൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇസ്ലാമികമായ മാനങ്ങളിൽ നിന്നുകൊണ്ട് സ്ത്രീയും പുരുഷനും അവർക്കിടയിലുള്ള അതിരുകൾ, പരിധികൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം കൃത്യമായ കാഴ്ചപ്പാടും ഇസ്ലാമികമായ ബോധവും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. പിന്നീട് മലക്കളെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ. 19-ാം സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അടിമകളായ മലക്കുകളെ ഇവർ സ്ത്രീകളായി സങ്കല്പിച്ചിരിക്കുന്നു. അവരുടെ സൃഷ്ടികർമ്മത്തിന് ഇവർ സാക്ഷികളായിരുന്നു. അഷഹിദു ഹലഖഹും സതുക്തബു ഷഹാദത്തുഹും വയുസ്അലൂൻ. ഇവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും, അതിൻ്റെ പേരിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതുമാണ്. അപ്പോൾ അവർ പറയുന്നൊരു ന്യായമുണ്ട്, വഖാലു ലൗ ഷാ റഹ്മാനു മാ അബ്ദ്നാഹും മാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ. പരമകാരുണികനായ അള്ളാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവരെ പൂജിക്കുമായിരുന്നില്ല. സത്യത്തിൽ ഇവർക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല,
വെറും അനുമാനങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയാണ് അവർ. അഥവാ മലക്കുകൾ സ്ത്രീകളോ പുരുഷന്മാരോ ആകുന്നതിന് അതീതരാണ് എന്നാണ് മുകളിൽ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം. അതിൻ്റെ വാക്കിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഇവരെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ സാക്ഷികളാണോ? അഥവാ മലക്കളെ സൃഷ്ടിക്കുമ്പോൾ ഇവരുണ്ടായിരുന്നോ എന്നും അതിനാശയം പറയാവുന്നതാണ്. സ്വന്തം കുറ്റങ്ങൾക്ക് എപ്പോഴും ആളുകൾ പറയുന്നൊരു ന്യായം, അള്ളാഹുവിനെ അറിയില്ലേ, അള്ളാഹുവിനെ അറിയാമായിരുന്നെങ്കിൽ അവൻ തടയൂല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. എക്കാലത്തും കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. അവർ പറയും, ഞങ്ങൾ ദേവതകളെ ആരാധിക്കുന്നത് അള്ളാഹു ഞങ്ങളെക്കൊണ്ട് അപ്രകാരം ചെയ്യിക്കുന്നത് കൊണ്ടാണല്ലോ, അവനത് ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? കൂടാതെ യുഗങ്ങളായി ഞങ്ങൾ ഇത് തുടർന്നു വരുന്നുണ്ട്, എന്നിട്ടോ ഞങ്ങൾക്ക് ശക്തമായൊരു ശിക്ഷയും വന്നിട്ടില്ല. അതിനർത്ഥം ഞങ്ങളുടെ ഈ കർമ്മത്തിന് അള്ളാഹുവിന് അതൃപ്തിയില്ല എന്നാണല്ലോ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുക. ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ആസ്വദിച്ച് അങ്ങനെ ജീവിക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായ ജീവിത നിലപാടുകൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും സ്വീകരിക്കുക. ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, തെറ്റാണ് എന്ന അടിസ്ഥാനപരമായ കാര്യമാണ് ഈ ഭാഗങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം. അള്ളാഹു നൽകിയ പരിധികളും അനുവാദവും സ്വീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ജീവിത നിലപാടുകൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരാവാതിരിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കുകയും ജീവിതം കൊണ്ട് അള്ളാഹുവിന് നന്ദികേട് കാണിക്കുകയും ചെയ്യുക എന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾ പാലിച്ച് നല്ലവരായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകും, അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിനെ കൂടുതൽ ആവേശത്തോടെ സ്വീകരിക്കാനും അതിൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും നാഥൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.